ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നേരിട്ട് ഇന്ന് നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് പോകാം. പരീക്ഷാകാലമാണ്. എല്ലാവരും എൻ്റെ ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന യൂട്യൂബ് ചാനൽ കാണുകയും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം ഇൻസ്റ്റയിൽ സുരേഷ് ചന്ദ്രൻ എസ് കെ എന്ന അക്കൗണ്ട് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. മുൻപ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോയിരിക്കാം വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. എവിടെയാണ് വുഡ് യു മൈൻഡും ഡു യു മൈൻഡും ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് എന്നാണ്. വുഡ് യു മൈൻഡും ഡു യു മൈൻഡും ഉപയോഗിക്കുമ്പോൾ പ്രിയമുള്ള കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടും പൊളൈറ്റായ രീതിയിൽ ഒരു കാര്യം ചോദിക്കാൻ, അതല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കാൻ, അതല്ലെങ്കിൽ റിക്വസ്റ്റ് നടത്താൻ ഉപയോഗിക്കുന്നതാണ് ഈ രണ്ട് പ്രയോഗങ്ങളും. ഏതൊക്കെയാ? വുഡ് യു മൈൻഡ് ആൻഡ് ഡു യു മൈൻഡ്. ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു പ്രയോഗം പഠിക്കണം. അത് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ താഴെ ഇവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. പാസ് മീ എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് എ പെൻസിൽ. നിങ്ങൾ ഒന്നുകൂടി ഞാൻ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. വരും. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. ഈ ഇങ്ങനെ സെന്റൻസ് ആരംഭിച്ചാൽ അത് അവസാനിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. എന്താണ് ഇത്തരം യൂസേജ് നടത്തുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം? നോക്കൂ, ഇവിടെ വെർബിന്റെ ING ഫോം വരണം. ഡു യു മൈൻഡും വുഡ് യു മൈൻഡും ഉപയോഗിച്ച് സെന്റൻസ് എഴുതിയാൽ തുടർന്ന് വരുന്ന വെർബ് ING രൂപത്തിലായിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് താഴത്തെ എക്സാമ്പിൾ ഇതിലേക്ക് മാറ്റാം. എന്താ സെന്റൻസ്? പാസ് മീ. നമുക്ക് ആദ്യം വുഡ് യു മൈൻഡ് ഉപയോഗിക്കാം. എങ്ങനെയാണ് വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ എഴുതുക? നോക്കൂ, വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്. കാണുന്നുണ്ടോ? വുഡ് യു മൈൻഡ്. ഇവിടുത്തെ വെർബ് ഏതാ? പാസ് എന്നാണ്. പാസ്, അതാണ് വെർബ്. ആ വെർബിന്റെ ING രൂപം ഉപയോഗിക്കുക എന്നതാണ്. എങ്ങനെയാ എഴുതും? പാസ്. അതിന്റെ ING രൂപം എന്താ? പാസിംഗ്. ഡു യു മൈൻഡ് പാസിംഗ്. ഇനി ഇതൊക്കെ എഴുതുക. മീ എ ഷീറ്റ് ഓഫ് പേപ്പർ, പേപ്പർ ആൻഡ് എ പെൻസിൽ, ആൻഡ് എ പെൻസിൽ, ആൻഡ് എ പെൻസിൽ. ചോദ്യചിഹ്നം കൊടുക്കണം, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. പെൻസിൽ ഇത് സി ആണെന്ന് വായിക്കുമല്ലോ. ആ, പെൻസിൽ, CIL. ഓക്കെ. വുഡ് യു മൈൻഡ് പാസിംഗ് മീ എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് എ പെൻസിൽ. ഇത്രയും എഴുതി കൊടുത്താൽ 1 മാർക്ക് നിങ്ങൾക്ക് ആ ഭാഗത്ത് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? വുഡ് യു മൈൻഡ് ഉപയോഗിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് അടുത്ത പ്രയോഗം, എല്ലാവരും ബോർഡിൽ നോക്കുന്നുണ്ടല്ലോ. അടുത്ത പ്രയോഗം ഏതാ? ഡു യു മൈൻഡ്. ആ ഡു യു മൈൻഡ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. എങ്ങനെ എഴുതാം? ഇതേ രീതിയിൽ തന്നെ. ഡു യു മൈൻഡ്, ഡു യു മൈൻഡ് പാസിംഗ് മീ എ ഷീറ്റ് ഓഫ് പേപ്പർ, sheet of paper and a pencil. ചോദിച്ചില്ല. മഷി കുറവാണ് അല്ലേ? അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ മഷി ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാം. ഇങ്ങനെയാണ് വുഡ് യു മൈൻഡും ഡു യു മൈൻഡും ഉപയോഗിച്ചുകൊണ്ട് ഈ സെന്റൻസ് മാറ്റിയെഴുതുന്നത്. മനസ്സിലാക്കുന്നുണ്ടല്ലോ? എല്ലാവരും ഈ ചാനൽ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇതിൻ്റെ ക്ലാസ് കേൾക്കുന്ന, കാണുന്ന, പഠിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് നിർത്തുന്നു.